രക്ഷപ്പെടുത്തി. ആഗോളതലത്തിൽ എണ്ണവിലയുടെ തുടരുന്ന സാഹചര്യത്തിൽ സബ്സിഡി പോലുള്ള കാര്യങ്ങളിൽ മാറി ചിന്തിക്കാൻ സമയമായെന്ന് കുവൈത്ത് പ്രധാനമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ ചെലവ് ചുരുക്കുന്നതടക്കമുള്ള നടപടികൾ അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മൂന്നാം ഘട്ട പാർലമെന്റ് സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ മുബാറക് അൽ സബാഹ് എണ്ണവിലയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവച്ചത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുന്നത് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മേൽ നിഴൽ വിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം അമിത ചെലവുകൾ നിയന്ത്രിച്ചു അരമുറുക്കാൻ സമയമായെന്നും ഓർമ്മിപ്പിച്ചു. സബ്സിഡി അടക്കമുള്ള കാര്യങ്ങളിൽ പുനർവിചിന്തനം നടത്താൻ സമയമായെന്നും വികസന പദ്ധതികളിൽ സ്വകാര്യ പങ്കാളിത്തം തേടണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പോയ വാരം കുവൈത്തിൽ നടന്ന GCC ധനയോഗത്തിൽ കുവൈത്ത് ധനകാര്യമന്ത്രി അനസ് അൽ സാലിഹും സർക്കാർ ചെലവുകൾക്ക് കടിഞ്ഞാണിടണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. എണ്ണവിലയിടിവ് പെട്ടെന്ന് ഗൾഫ് മേഖലയെ ബാധിക്കില്ലെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിലയിരുത്തൽ. എങ്കിലും ജൂണിൽ ആഗോള വിപണിയിൽ ബാരലിന് $110 വരെ ഉണ്ടായിരുന്ന എണ്ണവില 83ലേക്ക് കൂപ്പുകുത്തിയതാണ് കുവൈത്ത് അടക്കമുള്ള GCC രാജ്യങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. മീഡിയ 1 കുവൈത്ത്. ഗൾഫിൽ പൊതു സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന GCC രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്താനുള്ള പുതിയ പദ്ധതി തയ്യാറാവുന്നു. GCC രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ ഭാഗമായാണ് മിനിമം വേതന പദ്ധതിയും നിലവിൽ വരുന്നത്. GCC പെൻഷൻ അതോറിറ്റി സമ്മേളനമാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടാൻ കുവൈത്തിന്റെ ആഹ്വാനം. ഒന്നാം ഉപപ്രധാനമന്ത്രിയും വിദേശമന്ത്രിയുമായ ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ ഹമദ് അൽ സബാഹാണ് ലോകരാഷ്ട്രങ്ങളോട് ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ആഹ്വാനം ചെയ്തത്. UN ദിനാചരണത്തോടനുബന്ധിച്ച് കുവൈത്തിലെ UN ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഭീകരതയാണെന്നും അതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു പോരാടണമെന്നും ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് പറഞ്ഞു. ഭീകരത ചില രാജ്യങ്ങളിലോ മേഖലകളിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലാ രാഷ്ട്രങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. IS അടക്കമുള്ള ഭീകര സംഘങ്ങൾക്കെതിരെ പൊരുതുന്നതിന് UN രക്ഷാസമിതി പാസാക്കിയ പ്രമേയങ്ങൾ നടപ്പാക്കാൻ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കുവൈത്തിനെ മാനുഷിക കേന്ദ്രമായും അമീറിനെ മാനുഷിക നേതാവായും തിരഞ്ഞെടുത്തതിന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ബാൻ കി മൂണിനോട് ഏറെ നന്ദിയുള്ളതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. തൊഴിൽ സാമൂഹ്യകാര്യമന്ത്രി ഹിന്ദ് അൽ സബീഹ്, കുവൈത്തിലെ UN റെസിഡന്റ് കോർഡിനേറ്റർ മുബഷിർ റിയാസ് ഷെയ്ഖ്, UN സെക്രട്ടറി ജനറലിന്റെ മാനുഷിക ദൂതൻ ഡോക്ടർ അബ്ദുള്ള അൽ മൗത്തൂഖ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ISന് വേണ്ടി പണപ്പിരിവ് നടത്തുന്നുവെന്ന പരാതിയെ തുടർന്ന് കുവൈത്തിൽ ജീവകാരുണ്യ സംഘടനകൾ പൂട്ടൽ ഭീഷണിയിലെന്ന് റിപ്പോർട്ട്. പരാതിയെ തുടർന്ന് ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും അധികൃതർ നീക്കം ആരംഭിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റിനെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട് കുവൈത്തിൽ നടന്ന സഖ്യകക്ഷികളുടെ കൂടിയാലോചനാ യോഗത്തിൽ സംബന്ധിച്ച പാശ്ചാത്യ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. IS പോലുള്ള ഭീകര ഗ്രൂപ്പുകളെ സായുധമായി നേരിടുന്നതിനേക്കാൾ ഫലം ചെയ്യുക അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ എത്തുന്നത് തടയുകയാണെന്ന് യോഗം വിലയിരുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് രാജ്യത്തെ ജീവകാരുണ്യ സംഘടനകൾ നിരീക്ഷണ വിധേയമാക്കാൻ സർക്കാർ നീക്കം ആരംഭിച്ചത്. അന്താരാഷ്ട്ര അഭിപ്രായം മാനിച്ച് രാജ്യത്തെ നിരവധി ചാരിറ്റി സംഘടനകൾ സർക്കാരിന്റെ ശക്തമായ നിരീക്ഷണത്തിലാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. സംഘടനകളുടെ ശാഖകളായി പ്രവർത്തിക്കുന്ന ചില ഓഫീസുകൾ ചാരിറ്റിയുടെ മറവിൽ പോരാട്ട ഗ്രൂപ്പുകൾക്ക് പണമെത്തിക്കുന്നുവെന്നാണ് നിരീക്ഷണം. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ആദ്യം ശക്തമായ മുന്നറിയിപ്പ് നൽകാനും തുടർന്ന് പ്രവർത്തനം മരവിപ്പിക്കാനുമാണ് നിർദ്ദേശമുയർന്നിരിക്കുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സ്ഥാനാർബുദം ബാധിച്ച് ദുരിതത്തിലായ മലയാളി യുവതി സാമൂഹ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നാട്ടിലെത്തി. ഇഖാമ കാലാവധി കഴിഞ്ഞതിനാൽ നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന കോട്ടയം നീണ്ടൂർ സ്വദേശിനി മേരി പീറ്ററാണ് നാട്ടിലെത്തിയത്. കുവൈത്തിൽ ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്ന മേരി 1.5 വർഷം മുമ്പാണ് അർബുദ രോഗബാധിതയായത്. കുവൈത്ത് ക്യാൻസർ സെന്ററിൽ ചികിത്സ തുടരുന്നതിനിടെ കമ്പനിയുടെ ഫയൽ മരവിച്ചതിനാൽ വിസ അടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെയാണ് കുവൈത്തിൽ ഇലക്ട്രീഷ്യനായിരുന്ന ഭർത്താവ് പോലീസ് പരിശോധനയിൽ പിടിയിലാവുകയും നാടുകടത്തപ്പെടുകയും ചെയ്തത്. ഇതോടെ ജീവിതം വഴിമുട്ടുകയായിരുന്നു. മേരിയുടെ ദുരിതകഥ അറിഞ്ഞിടപെട്ട വെൽഫെയർ കേരള പ്രവർത്തകരാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് തിരിക്കാൻ മേരിയെ സഹായിച്ചത്. വാടക വാങ്ങാതെയും ചെലവിനുള്ള പണം നൽകിയും മേരിയെ സഹായിച്ച സ്വദേശി കെട്ടിടോടമയുടെ കാരുണ്യത്തെക്കുറിച്ച് മീഡിയ 1 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഗസ പുനർനിർമ്മാണത്തിന് 2 കോടി റിയാൽ കൂടി നൽകുമെന്ന് ഖത്തർ ചാരിറ്റി പ്രഖ്യാപിച്ചു. ദോഹയിൽ നടക്കുന്ന പ്രഥമ ഫലസ്തീൻ ഐക്യദാർഢ്യ മാനവിക സമ്മേളനത്തിലാണ് ഖത്തർ ചാരിറ്റി വൻതുക വാഗ്ദാനം ചെയ്തത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ നിരവധി അന്താരാഷ്ട്ര സംഘടനകളും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ഫലസ്തീനൊപ്പം എന്നതാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒന്നാമത് ഫലസ്തീൻ ഹ്യൂമാനിറ്റേറിയൻ സമ്മേളനത്തിന്റെ പ്രമേയം. ഖത്തർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുല്ല ബിൻ നാസിർ ബിൻ ഖലീഫ അൽ താനിയുടെ രക്ഷാധികാരത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് ആതിഥ്യമരുളുന്നത് ഖത്തർ ചാരിറ്റിയാണ്. ഇസ്രയേൽ സേന ഇടിച്ചു നിരത്തിയ ഗസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിനായി 20 ദശലക്ഷം റിയാൽ കൂടി നൽകാൻ തീരുമാനിച്ചതായി ഖത്തർ ചാരിറ്റി ചെയർമാൻ യൂസുഫ് ബിൻ അഹമ്മദ് അൽ കുവാരി പ്രഖ്യാപിച്ചു. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഖുദ്സിലെയും ജനങ്ങൾക്ക് പുറമെ ലെബനോണിലെയും ജോർദാനിലെയും സിറിയയിലെയും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ഫലസ്തീൻ അഭയാർത്ഥികൾക്കും ഗുണകരമാവുന്ന പദ്ധതികളാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നതെന്ന് സമ്മേളന പ്രതിനിധികൾ പറഞ്ഞു. I believe this conference is very important in support of the Palestinian people because it will concentrate its work for the Gaza Strip, for the West Bank, for Al-Quds,
and the refugees, Palestinian refugees, either being in Lebanon or Jordan or Syria. 27 രാജ്യങ്ങളിൽ നിന്നായി 60-ലധികം സന്നദ്ധ സംഘടനകളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഖത്തർ ഔക്കാഫ് ഇസ്ലാമിക കാര്യമന്ത്രി അടക്കം നിരവധി പ്രമുഖർ അതിഥികളായെത്തി. സമ്മേളനത്തിന്റെ സമാപന ദിവസം ഖത്താറയിൽ ഫലസ്തീൻ കലാകാരന്മാരുടെ പാരമ്പര്യ കലാരൂപങ്ങളും അരങ്ങേറും. ഗസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിനായി ഖത്തർ ചാരിറ്റി തുടങ്ങിവെച്ച ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് ഈ മാനവിക സമ്മേളനം. ഇതിനകം ബഹുമുഖ പദ്ധതികളാണ് ഖത്തർ ചാരിറ്റി ഗസയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദോഹയിലെ മാനവിക സമ്മേളന വേദിയിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന നിതാഖത്ത് അനുസരിച്ച് രാജ്യത്തെ 84% സ്ഥാപനങ്ങളും സ്വദേശികളെ നിയമിച്ചത് പച്ചഗണത്തിലാണെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം. അടുത്ത ഏപ്രിൽ 20 മുതൽ സ്വദേശിവൽക്കരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്നും തൊഴിൽ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി അറിയിച്ചു. സ്വദേശീവൽക്കരണം ആരംഭിക്കുമ്പോൾ രാജ്യത്തെ 50% സ്ഥാപനങ്ങളും ചുവപ്പ് മഞ്ഞ ഗണത്തിലായിരുന്നു. കുറച്ചു മാസങ്ങൾക്കിടെ ഇത് 84% എത്തിക്കാനായത് അഭിമാനാർഹമായ നേട്ടമാണെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം വിലയിരുത്തി. ചുവപ്പ് മഞ്ഞ ഗണത്തിലുള്ള 14% സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയത്തിന്റെ സേവനം നിർത്തിവച്ചിരിക്കുകയാണെന്ന് മന്ത്രാലയത്തിലെ ലേബർ വിഭാഗം അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹുമൈദൻ പറഞ്ഞു. 2015 ഏപ്രിൽ 20 മുതൽ സ്വദേശീവൽക്കരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കും. സ്വദേശീവൽക്കരണം യാഥാർത്ഥ്യമാക്കാൻ സ്ഥാപനങ്ങൾക്ക് മതിയായ സാവകാശം അനുവദിച്ചുകൊണ്ടാണ് പരിഷ്കരണം നടപ്പിലാക്കുക. 6 മാസത്തിനുള്ളിൽ കൂടുതൽ സ്വദേശികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലും പച്ചഗണത്തിൽ തുടരാനാവും. ഡിസംബർ 23 മുതൽ നിതാഖാത്തിൽ സ്വദേശികളുടെ എണ്ണം പരിഗണിക്കുന്നതിന് ശരാശരി എണ്ണം കണക്കാക്കുന്ന രീതി അവലംബിക്കും. ഗോസി രജിസ്ട്രേഷൻ അനുസരിച്ച് അവസാനത്തെ 26 ആഴ്ചയിലെ സ്വദേശികളുടെ ശരാശരി എണ്ണം പരിഗണിച്ചാണ് സ്ഥാപനത്തിലെ സ്വദേശീവൽക്കരണത്തിന്റെ തോത് കണക്കാക്കുക. സൗദിയിൽ സ്വദേശി ബിരുദധാരികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ജോലിക്കാരെ ആവശ്യമുള്ള സ്ഥാപനങ്ങൾക്ക് വിദേശികൾക്ക് പകരം സ്വദേശികളെ നൽകാനുള്ള പദ്ധതിയാണ് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലെ ഹദഫ് റിക്രൂട്ടിംഗ് വിഭാഗം നടപ്പിലാക്കി വരുന്നതെന്നും അൽ ഹുമൈദാൻ വിശദീകരിച്ചു. അസ്റപുള്ളിയിൽ, മീഡിയ 1, റിയാദ്. സ്ഥാനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുവൈത്തിലെ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ സംഘടിപ്പിച്ച പിങ്ക് ദിനാചരണം ശ്രദ്ധേയമായി. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് പ്രതീകമായി പിങ്ക് റിബൺ അണിഞ്ഞെത്തിയ 500ഓളം വിദ്യാർത്ഥികളും 300 അധ്യാപകരും ദിനാചരണത്തിൽ പങ്കാളികളായി. പിങ്ക് ട്യൂസ്ഡേ എന്ന പേരിലായിരുന്നു ബോധവൽക്കരണ ദിനാചരണം. സ്കൂൾ അങ്കണത്തിൽ പിങ്ക് റിബൺ ആകൃതിയിൽ അണിനിരുന്ന വിദ്യാർത്ഥികൾ ക്യാൻസർ ബോധവൽക്കരണ വഴിയിൽ കുവൈത്തിലെ ഇതര ഇന്ത്യൻ സ്കൂളുകൾക്ക് മാതൃകയായി. വിദ്യാർത്ഥികളും ഭൂരിഭാഗം അധ്യാപകരും പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങളും പിങ്ക് റിബണും അണിഞ്ഞായിരുന്നു സ്കൂളിലെത്തിയത്. കുട്ടികളിലൂടെ അർബുദ ബോധവൽക്കരണ സന്ദേശം പ്രചരിപ്പിക്കുകയാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് പ്രിൻസിപ്പൽ ശാന്ത മറിയ ജെയിംസ് പറഞ്ഞു. Life skill learning for the life, and our focus and our aim is these children pass on this message about breast cancer detection, awareness and future treatment to one member in their family or in the neighborhood every week. കുവൈത്ത് ക്യാൻസർ സെന്ററിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സുജോബന സുജിത് നായർ ധനാർബുദത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു. ഇതുപോലെ 20 സ്കൂൾസിനിടയിൽ ഞങ്ങളുടെ സ്കൂളാണ് ഇവിടെ പിങ്ക് ട്യൂസ്ഡേ കണ്ടക്ട് ചെയ്യുന്നത്. ഞങ്ങൾ റിയലി വി ആർ ഹാപ്പി. കാരണം ഈ സ്കൂളിലെ ഒരു പാർട്ടാണ് ഞങ്ങൾ. ബിക്കോസ് ഇതുപോലൊരു പിങ്ക് ട്യൂസ്ഡേ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് വി ആർ അവെയർ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ലൊരു മെസ്സേജ് പോലെ ഒരു ഷോ ഇവർ ഈ പ്രോഗ്രാം അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും അവെയർ ആവും. അത് ബ്രസ്റ്റ് ക്യാൻസർ എല്ലാ കൊല്ലം 6 മന്ത്സ് കൂടി ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കുവൈത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ സ്കൂൾ ക്യാൻസർ ബോധവൽക്കരണ ദിനം ആചരിക്കുന്നത്. അബ്ബാസിയിലെ ഇന്ത്യൻ സ്കൂൾ അങ്കണത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ അൻവർ സാദത്ത് തലശ്ശേരിക്കൊപ്പം മുനീർ അഹമ്മദ്, മീഡിയ 1. ഗൾഫ് മേഖലയിലെ ഇലക്ട്രോണിക് ഉപകരണ രംഗത്തെ പ്രമുഖരായ ക്ലിക്ക് ഓൺ സൗദിയിലെ ഉപകരണങ്ങൾ ഉപഭോക്താക്കൾക്കായി ക്ലിക്ക് ആൻഡ് വിൻ പദ്ധതി ആരംഭിച്ചു. പുതുതായി ആരംഭിച്ച ഫേസ്ബുക്ക് പേജിനോട് ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഫേസ്ബുക്ക് പേജിന് ഉദ്ഘാടനം ചലച്ചിത്ര നടൻ ലാലു അലക്സ് നിർവഹിച്ചു. ക്ലിക്ക് ആൻഡ് വിൻ പദ്ധതിയുടെ ഉദ്ഘാടനം റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് ബഷീർ പാങ്ങോട് നിർവഹിച്ചു. ക്ലിക്ക് ഓൺ MD നാസർ അബൂബക്കർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. നെതന്യാഹു കോഴിക്കാഷ്ടമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കോഴിക്കാഷ്ടം പോലെയാണെന്ന് ഒബാമ ഭരണകൂടത്തിലെ പ്രമുഖൻ പറഞ്ഞതായി ദ അറ്റ്ലാന്റിക് വാരിക. ഭീരുവായ പ്രധാനമന്ത്രിയാണ് നെതന്യാഹു എന്നാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായും വാരിക റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ കുടിയേറ്റ വ്യാപനം സംബന്ധിച്ച പരാമർശത്തിനിടെയാണ് ഓഫീസർ ഇക്കാര്യം പറഞ്ഞതെന്ന് വാരിക റിപ്പോർട്ടിൽ പറയുന്നു. കിഴക്കൻ ജെറുസലേമിലെ കുടിയേറ്റ വ്യാപനം അമേരിക്കൻ ഭരണകൂടത്തിലുണ്ടാക്കിയ അതൃപ്തി സംബന്ധിച്ചാണ് ലേഖനം. ഇസ്രായേലിന്റെ നയങ്ങളോടുള്ള ഒബാമ ഭരണകൂടത്തിന്റെ അതൃപ്തിക്ക് തെളിവായാണ് ആദ്യ ഖണ്ഡികയിൽ തന്നെ വാരിക പേര് വെളിപ്പെടുത്താതെ ഉദ്യോഗസ്ഥന്റെ പരാമർശം വെളിപ്പെടുത്തിയത്. തന്റെ രാഷ്ട്രീയ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം ശ്രമിക്കുന്നയാളാണ് നെതന്യാഹു എന്നും വാരിക പറയുന്നു. ഇസ്രായേൽ അമേരിക്ക ബന്ധം എക്കാലത്തെയും ഏറ്റവും മോശം നിലയിലാണ് ഇപ്പോഴെന്നും വാരിക പറയുന്നു.
ഒബാമ ഭരണകൂടത്തെ താൻ എഴുതിത്തള്ളിയെന്ന് നെതന്യാഹു പറഞ്ഞതായും വാരിക വെളിപ്പെടുത്തുന്നു. ഇറാൻ ആണവ പ്രശ്നമാണ് നെതന്യാഹുവിനെ പ്രകോപിതനാക്കിയത്. ഇക്കാര്യം അമേരിക്കൻ കോൺഗ്രസിനോടും അമേരിക്കൻ ജനതയോടും താൻ നേരിട്ട് സംസാരിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. കോഴിക്കാഷ്ടം വിളിയോട് രൂക്ഷമായാണ് നെതന്യാഹു പ്രതികരിച്ചത്. אינם עומדים בראש מעייניהם של אותם גורמים אנונימיים שתוקפים אותנו ואותי אישית. ജെറുസലേമിൽ എവിടെയും താമസിക്കാൻ ജൂതന്മാർക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ നെതന്യാഹു ജെറുസലേമിലെ കുടിയേറ്റ വ്യാപനം സംബന്ധിച്ച അമേരിക്കയുടെ വിമർശം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. IS-നെതിരെ സംയുക്ത ഓപ്പറേഷൻ കമാൻഡർ പ്രതിനിധി ജനറൽ ജോൺ ആലനുമായി ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ് കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയും ബഹ്റൈനും തമ്മിൽ നിലനിൽക്കുന്ന സഹകരണവും ശക്തമായ ബന്ധവും അനുസരിച്ച് മന്ത്രി കൂടുതൽ സഹകരണം ശക്തമാക്കുന്നതിനുള്ള സന്നദ്ധത ചർച്ചയിൽ ജോൺ ആലനെ അറിയിച്ചു. ഇറാഖിലും സിറിയയിലുമുള്ള IS തീവ്രവാദികൾക്കെതിരെ സഖ്യസേന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. മധ്യ പൗരസ്ത്യ ദേശത്ത് സമാധാനം കൈവരുന്നതിന് തീവ്രവാദത്തെ വേരോടെ നശിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ഫ്ലാഗ് ഓഫ് കോഡ് കൃത്യമായി പാലിക്കാൻ ബഹ്റൈനിലെ ഇന്ത്യൻ ക്ലബിന് എംബസി അധികൃതർ നിർദ്ദേശം നൽകി. നിയമം ലംഘിച്ച് ക്ലബിന് മുകളിൽ മുഴുവൻ സമയവും കാണുന്ന രീതിയിൽ ദേശീയ പതാക സ്ഥാപിച്ചതിനെക്കുറിച്ച് ഉയർന്ന പരാതിയിലാണ് എംബസി ക്ലബിന് കർശന നിർദ്ദേശം നൽകിയത്. ഖത്തറിൽ ആരോഗ്യമേഖലയിൽ പുതിയ ലൈസൻസിംഗ് സംവിധാനം കൊണ്ടുവരുന്നു. രാജ്യത്തെ സ്വകാര്യ ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുകയാണ് ലൈസൻസിംഗ് നിയമത്തിൽ മാറ്റം വരുത്തുന്നത്. രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ സുപ്രീം ആരോഗ്യ കൗൺസിലാണ് പുതിയ ലൈസൻസിംഗ് സംവിധാനം കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്നത്. പുതുതായി ആരംഭിക്കുന്ന നാഷണൽ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡുമായി പുതിയ ലൈസൻസിംഗ് സ്റ്റാൻഡേർഡിനെ ബന്ധിപ്പിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ലൈസൻസിംഗ് സംവിധാനമാണ് നിലവിൽ രാജ്യത്തുള്ളത്. അതേസമയം ആരോഗ്യമേഖലയിൽ വലിയ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെയും വികസനത്തിന്റെയും ഭാഗമായി മുന്നോട്ടു പോകാൻ പുതിയ ലൈസൻസിംഗ് നിയമം ആവശ്യമാണെന്ന് ആരോഗ്യരംഗത്തെ പ്രമുഖർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് അടിസ്ഥാന സൗകര്യ വികസനം, സേവന ഗുണനിലവാരം, രോഗികളുടെ സുരക്ഷ, ശുചിത്വം, മെഡിക്കൽ റെക്കോർഡ്, മെഡിക്കൽ പ്രാക്ടീസ്, കസ്റ്റമർ കെയർ തുടങ്ങിയ കാര്യങ്ങൾ ലൈസൻസിംഗിനായി പരിഗണിക്കും. പുതിയതും പഴയതുമായ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലൈസൻസ് പുതുക്കുമ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. നിലവിലെ ആശുപത്രികൾക്ക് ഇതിനായി നിശ്ചിത സമയം അനുവദിക്കാനും സുപ്രീം കൗൺസിൽ ഫോർ ഹെൽത്ത് തീരുമാനിച്ചു. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. അടുത്ത മാസം യാത്രാ സർവീസ് ആരംഭിക്കുന്ന ദുബായ് ട്രാം അവസാന മിനുക്കുമണിയിൽ. നിയമലംഘനങ്ങൾ കയ്യോടെ പിടികൂടുന്ന നൂതന സുരക്ഷാ ക്യാമറകളും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മെട്രോ പദ്ധതിയുടെ വൻ വിജയത്തിന് ശേഷം പൊതുഗതാഗത രംഗത്ത് ദുബായ് നടത്തുന്ന മറ്റൊരു പരീക്ഷണമാണ് ട്രാം. നവംബർ 11 സർവീസ് ആരംഭിക്കുന്ന ട്രാമിന്റെ പണികൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ജനുവരിയിൽ തന്നെ ട്രാമിന്റെ പരീക്ഷണയോട്ടം ആരംഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ 11 കിലോമീറ്റർ നീളത്തിൽ 11 സ്റ്റേഷനുകളാണ് ട്രാമിനുള്ളത്. അൽസുഫുഹ്, ജുമേറ ബീച്ച് റെസിഡൻസ്, ദുബായ് മറീന, നോളജ് വില്ലേജ് എന്നിവിടങ്ങളിലൂടെയാണ് ട്രാം കടന്നു പോവുക. 6 മിനിറ്റ് ഇടവേളയിൽ സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്ന ട്രാം രാവിലെ 5 മുതൽ രാത്രി 1 വരെ സർവീസ് നടത്തും. അതേസമയം നിയമലംഘനങ്ങൾ കണ്ടെത്താൻ നൂതന സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയതെന്ന് RTA അധികൃതർ വ്യക്തമാക്കി. ട്രാമിനകത്തും പുറത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ട്രാം കടന്നുപോകുന്ന പാതകളിൽ 64 ക്യാമറകൾ സ്ഥാപിക്കുകയും 150 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. മെട്രോക്ക് സമാനമായ രീതിയിലുള്ള ഓപ്പറേഷൻസ് കൺട്രോൾ സിസ്റ്റം എന്ന കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനവും ട്രാമിനുണ്ട്. റോഡും ട്രാം പാതയും ചേരുന്നിടത്ത് ട്രാമിനാണ് ഡ്രൈവർമാർ മുൻഗണന നൽകേണ്ടത്. നിയമം ലംഘിച്ചു വരുന്ന വാഹനങ്ങൾ ട്രാമുമായി കൂട്ടിയിടിച്ചാൽ 10,000 മുതൽ 500,000 ദിർഹം വരെയാണ് പിഴയെന്ന് ഗതാഗത വകുപ്പ് ഉപമേധാവി കേണൽ സെയ്ഫ് മൊഹയ്യർ അൽ മസ്റൂയി പറഞ്ഞു. കൂടാതെ അപകടമുണ്ടാക്കിയ ആളുടെ ലൈസൻസ് 1 വർഷം വരെ തടഞ്ഞുവെക്കുകയും ചെയ്യും. ഇങ്ങനെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ട്രാമിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. മീഡിയ 1, ദുബായ്. അന്തരീക്ഷത്തിന് ദോഷം ചെയ്യുന്ന ശീതീകരണ ഉപകരണങ്ങൾ 2040ഓടെ UAE നിരോധിക്കാൻ നീക്കം നടക്കുന്നതായി റിപ്പോർട്ട്. നിലവിൽ എയർ കണ്ടീഷൻ പോലുള്ളവയിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോഫ്ലൂറോ കാർബൺ